Hi all, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സ്റ്റോപ്പ് മോഷൻസ്. ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു ഇന്ന് സ്റ്റോപ്പ് മോഷൻ ആയിരിക്കും. അപ്പോൾ സ്റ്റോപ്പ് മോഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സ്റ്റോപ്പ് മോഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു വീഡിയോ ഫയലാണെങ്കിൽ നമുക്ക് ഓരോ വീഡിയോ ഫയലും 24 ഫ്രെയിം പെർ സെക്കൻഡോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കും. 24 FPS അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കും. അപ്പോൾ ഈ FPS അഥവാ ഫ്രെയിം പെർ സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിം ഉണ്ടെന്ന്. അപ്പോൾ ഒരു സെക്കൻഡിൽ 24 ഫ്രെയിം കൂടി ചേർന്നാലേ ഒരു വീഡിയോ ആവത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 8-10 ഫ്രെയിമുകൾ കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് സ്റ്റോപ്പ് മോഷൻ എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേക മൂവ്മെൻ്റ് ആയിരിക്കും, വീഡിയോയുടെ അത്ര സ്മൂത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ചുരുക്കി പറയാം, ഒരു ഗ്രൂപ്പ് ഓഫ് ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കലാണ് സ്റ്റോപ്പ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി സിമ്പിളാക്കി പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലുള്ള വീഡിയോസാണ് സ്റ്റോപ്പ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് എങ്ങനെ ഫോണിൽ എടുക്കാമെന്നും എഡിറ്റ് ചെയ്യാമെന്നും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഒരു 8-10 സെക്കൻഡ് വീഡിയോ ആണെങ്കിലും ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ സ്റ്റോപ്പ് മോഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ നിങ്ങൾ എക്സാമ്പിൾ കണ്ട ആ വീഡിയോ ആണ് നമ്മൾ ആദ്യം മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഫോണിൻ്റെ ക്യാമറ അല്ലെങ്കിൽ ക്യാമറ ഏതായിക്കോട്ടെ അത് സ്റ്റഡി ആയിട്ടൊരു പൊസിഷനിൽ വെക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റഡി ആയിട്ടൊരു ട്രൈപോഡിൽ വെച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഷെയ്ക്ക് ആവാൻ പാടില്ല, അതുപോലെ തന്നെ ഫോക്കസ് അതായത് എക്സ്പോഷർ ചേഞ്ച് ആവാൻ പാടില്ല. അതിനായിട്ട് AF ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. AF ലോക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി, അപ്പോൾ അവിടെ ലോക്കാവും. എന്നിട്ട് നമ്മൾ എക്സ്പോഷർ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ക്യാമറ ഒരിക്കലും ഷെയ്ക്കാതെ, ഞാൻ വീണ്ടും പറയാണ്, ഷെയ്ക്ക് ആവാതിരിക്കണം. ഷെയ്ക്കായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രെയിം മാറും, അപ്പോൾ വീഡിയോനെ അത് ബാധിക്കും. അപ്പോൾ ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഫോണിൻ്റെ ഗ്രിഡ് ലൈൻ ഓൺ ആക്കിയിടുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ആ ഗ്രിഡ് ലൈൻ കാണാം. ഇത് ഓണാക്കാനുള്ള ഓപ്ഷൻ സെറ്റിങ്സ് തന്നെ ഉണ്ടാവും, എല്ലാ ഫോണിലും ഉണ്ടാവും. അപ്പോൾ ഇത് ഓണാക്കിയിടുക. ഇത് ഓണാക്കിയിടേണ്ട ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ആ ഷാർപ്പനർ വെച്ചിട്ടുള്ളത് ഒരു സെൻറ്ററിലൊരു പോയിൻറ്റിലാണ്. ആ പോയിൻറ്റ് എൻ്റെ സ്റ്റെബിലൈസേഷൻ മാനേജ് ചെയ്യുന്ന ടൂളാണ്. അതില്ലെങ്കിലും നമുക്ക് ഈ ഗ്രിഡ് ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് ഒബ്ജക്റ്റ് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റ് വെച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ആ ഷാർപ്പനർ വെച്ചിട്ടുള്ളത് അവിടെ ആ പോയിൻറ്റിലാണ്. അപ്പോൾ ഇനി ഞാൻ ഈ പെൻസിൽ മൂവ് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒന്നുകൂടെ മൂവ് ചെയ്തതിന് ശേഷം അടുത്തൊരു ഫോട്ടോ എടുക്കുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഷാർപ്പനറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഷാർപ്പനർ ഇരിക്കുന്നത് അതേ പോയിൻറ്റിലാണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ആദ്യം വെച്ച പോയിൻറ്റിലാണെന്ന് ഉറപ്പ് വരുത്തുക. അത് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ആ ഒബ്ജക്റ്റ് എവിടെയാണോ നിൽക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് വീഡിയോക്ക് ഒരു ഫ്ലോ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഓരോ സ്റ്റെപ്പും ഒരു വീഡിയോയിൽ കാണുന്ന അതേ സ്റ്റെപ്പുകൾ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെ കൈയൊന്നും അതിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കുക, ഞാൻ വീഡിയോ ഒന്ന് സ്പീഡാക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കുക. അത് കഴിയുന്നവരെ ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട്, നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് ഏത് ടൈപ്പും ഏത് മൂവ്മെൻറ്റും ഇതുപോലെ സ്റ്റോപ്പ് മോഷൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും ജസ്റ്റ് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ ഇതുപോലെ സ്റ്റോപ്പ് മോഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന, അതായത് മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു സംഭവം ജസ്റ്റ് മൂവ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് ഇതുകൊണ്ട് പറ്റും. കാർട്ടൂണിലേക്ക് മൂവ്മെൻറ്റൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് ഇതുപോലെ കിട്ടും. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സോഫ്റ്റ്വെയറാണ് വേണ്ടത്. അപ്പോൾ ഏത് സോഫ്റ്റ്വെയറും യൂസ് ചെയ്യാം. അതായത് ജസ്റ്റ് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കാൻ പറ്റുന്ന ഏത് സോഫ്റ്റ്വെയറും നമുക്കിത് ഇനി യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എല്ലായിടത്തും ഉണ്ടാവുന്ന ടൈപ്പ് കൈൻമാസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ചെറിയ സെറ്റിങ്സ് മാറ്റാണ്ടതിനായിട്ട് സൈഡ് സെറ്റിങ്സ് പോയതിനു ശേഷം എഡിറ്റിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിഫോൾട്ട് ഡ്യൂറേഷൻ ഓഫ് ഫോട്ടോസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഡ്യൂറേഷൻ 0.5 സെക്കൻഡിലും താഴെ, അതായത് 0.2 ഒക്കെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫോട്ടോസ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുത്ത ഓർഡറിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതേ ഓർഡറിൽ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മളെ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫോട്ടോസ് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സൗണ്ട് എഫക്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം.
സംഭവം കൊള്ളാമല്ലേ? അപ്പോൾ ഇത് ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇത് ഇടയ്ക്ക് ഉപയോഗിച്ചിട്ട് ഞാനടുത്ത് 2 സ്റ്റോപ്പ് മോഷനും കൂടി ഉണ്ട്. ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അതൊരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടു കഴിഞ്ഞ സ്റ്റോപ്പ് മോഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫസ്റ്റ് വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, സ്റ്റോപ്പ് മോഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ AF ലോക്ക് ചെയ്യണമെന്ന്, അതായത് ഓട്ടോ ഫോക്കസ് ലോക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനങ്ങനെ ലോക്ക് ചെയ്യാൻ മറന്ന് എടുത്തൊരു സ്റ്റോപ്പ് മോഷനാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓരോ ഫ്രെയിമിലും നമുക്ക് ലൈറ്റ് അങ്ങോട്ടും മാറി കൂടിയും കുറഞ്ഞുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ AF ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ടാഗ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്തേക്കുക. ചാനലിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.